44 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധികൾ ഈ മണ്ഡലത്തെ തീർത്തും അവഗണിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രതിഫലനം നമുക്ക് കാണുന്നുണ്ട്. അവരൊരു മാറ്റം ആഗ്രഹിക്കും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ല. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആകെ ഒരു പോളിടെക്നിക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അത് മാറണം. ഈ 15 ദിവസത്തെ പ്രചരണം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മണ്ഡലത്തിൽ ഒരുപാട് പാലങ്ങൾ അപകടസ്ഥിതിയിലായിട്ടുണ്ട്. ആ പാലങ്ങളൊക്കെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ ഒരു നടപടിയും ഈ മുൻ MLA-മാർ ഇപ്പോഴത്തെ MLA ചെയ്തിട്ടില്ല. 50 കൊല്ലം മുമ്പ് ജനങ്ങൾ പൊതുപ്പണിയെടുത്ത് പണിതൊരു പാലമായിരുന്നു വട്ടിയാന്തോട് പാലം. ആ പാലം ഒരു ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നൊരു പാലമാണ്. കൈവരികളില്ല. പിന്നെ ഞാൻ കാണുന്ന വേറൊരു പ്രധാനപ്പെട്ട വിഷയം, ഉളിക്കൽ പഞ്ചായത്ത് ഒരു വലിയ പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് വിഭജിച്ച് മണിക്കടവ് ആസ്ഥാനമായ ഒരു പഞ്ചായത്ത് രൂപീകരിക്കണം എന്നുള്ള ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ അഭിപ്രായം സ്വരൂപിച്ച് അങ്ങനെ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാൻ തയ്യാറാകും. എനിക്കൊരവസരം തന്നെ. നമസ്കാരം. ഏജനറ്റ് ന്യൂസിനോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളിയാണ്. കഴിഞ്ഞ 15 ദിവസത്തിലേറെയായി അദ്ദേഹം ഇരിക്കൂറിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചരണത്തിൻ്റെ തിരക്കിലാണ്, ചൂടിലാണ്. ഇപ്പോൾ പൊതുപര്യടനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൈസക്കരിയിൽ വെച്ചാണ് മാത്യു കുന്നപ്പള്ളി ഏജനറ്റ് ന്യൂസിനോട് സംസാരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇത്രയും ദിവസം പ്രചരണത്തിൻ്റെ ചൂടിലാണ്, നല്ല ചൂട് പുറത്തുണ്ട്. പ്രചരണത്തിൻ്റെ ചൂട് എങ്ങനെയാണ്, ഇലക്ഷൻ്റെ ചൂട് എങ്ങനെയാണ് ഇരിക്കൂറിൽ? ഈ 15 ദിവസത്തെ പ്രചരണം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 44 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധികൾ ഈ മണ്ഡലത്തെ തീർത്തും അവഗണിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രതിഫലനം ജനങ്ങളുടെ മുഖത്തും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ഭാവത്തിലും എല്ലാം നമുക്ക് കാണുന്നുണ്ട്. അവരൊരു മാറ്റം ആഗ്രഹിക്കും. ഈ തുടർച്ചയായി എന്ന് പറഞ്ഞാൽ 1982 മുതൽ UDF-നൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് പൊതുവെ. അങ്ങനെയാണല്ലോ സംഭവിച്ചതും അങ്ങനെയാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ പര്യടനത്തിൻ്റെ ഭാഗമായി, പ്രചരണത്തിൻ്റെ ഭാഗമായി പോകുമ്പോൾ ഈ ഇരിക്കൂർ മണ്ഡലത്തിനകത്തെ വികസന പ്രശ്നങ്ങൾ, പോരായ്മകൾ, അങ്ങനെ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വിലയിരുത്താൻ കഴിഞ്ഞത്? എന്താണ് ഈ പര്യടനത്തിൽ എനിക്ക് മനസ്സിലായത്? ഞാൻ പറഞ്ഞല്ലോ, 44 വർഷം കോൺഗ്രസിൻ്റെ MLA-മാരായിരുന്നു ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും, അത് ഇരിക്കൂർ നിയമസഭാ മണ്ഡലമാണെന്ന് പറയാൻ കഴിയും. കാരണം 38 വർഷക്കാലം KC ജോസഫ് ഇവിടെ MLA ആയിരുന്നു. 5 വർഷക്കാലം മന്ത്രിയായിരുന്നു. ഒരു വികസന കാര്യങ്ങളും എടുത്തു പറയേണ്ട ഒരു പദ്ധതികളും പുള്ളി ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അതെങ്കിലും അവർ പറയട്ടെ. ഇപ്പോൾ അദ്ദേഹം പ്രതിനിധീകരിച്ച ഇരിക്കൂറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമായിരുന്നു കരിമഞ്ചാൽ പാലം. അത് നിർമ്മിച്ചത് ഈ 5 വർഷത്തെ, ഈ 2021 മുതൽ 26 വർഷത്തിലുള്ള പിണറായി ഗവൺമെൻറ്റാണ് അത് നിർമ്മിച്ചത്. ഒരുപാട് പദ്ധതികൾ. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിയമസഭാ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു വോട്ടർക്ക് ഒരു അസുഖമുണ്ടായാൽ ഒരു ദിവസം കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഗവൺമെൻറ് ആശുപത്രികളിൽ ഇല്ല എന്നത് ഞെട്ടിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, താലൂക്ക് ആശുപത്രി ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇരിക്കൂർ. അവിടെ കിടത്തി ചികിത്സയില്ല. ബാക്കി എല്ലാം പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളാണ്. അതൊന്നും താലൂക്ക് ആക്കിയിട്ടില്ല. നമ്മുടെ മറ്റുള്ള മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ ശൈലജ ടീച്ചർ MLA-യായും മന്ത്രിയുമായിരുന്നപ്പോൾ ഇരട്ടി പ്രൈമറി ഹെൽത്ത് താലൂക്കാക്കി. ശ്രീമതി ടീച്ചർ പേരാവൂർ ഹോസ്പിറ്റലിൽ താലൂക്കാക്കി, കൂത്തുപറമ്പാക്കി, മട്ടന്നൂരാക്കി. അങ്ങനെ ഒരുപാട് താലൂക്ക് ആശുപത്രികൾക്ക് ആ സമയത്ത് നേതൃത്വം കൊടുത്തു. ഇവിടെ ഒരു താലൂക്ക് ആശുപത്രിയേ ഉള്ളൂ. അവിടെ ജനങ്ങൾക്ക് കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ സംവിധാനമില്ല. മറ്റൊരു കാര്യം പറയേണ്ടത്, ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു വിഭാഗം കിഡ്നി രോഗികളാണ്. അതുകൊണ്ടാണ് 55,000-ഓളം കിഡ്നി രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അതിന് കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് മാറ്റി വച്ചിട്ടുമുണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ഇരട്ടി താലൂക്കിലാണെങ്കിൽ തന്നെ 15 മെഷീനുണ്ട്, പേരാവൂർ 15 മെഷീനുണ്ട്. എല്ലാ താലൂക്ക് ആശുപത്രിയിലും 10-60 രോഗികളെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചിലവുള്ളൊരു പ്രക്രിയയാണ്. ഒരു ഡയാലിസിസ് ഒരു മാസം 13 എണ്ണം ചെയ്യണം. സ്വകാര്യ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യതയാകും.
എന്നെ ഞെട്ടിപ്പിച്ച കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഡയാലിസിസ് മെഷീൻ പോലും ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല. താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് മെഷീൻ അനുവദിക്കുകയുള്ളൂ. ആകെ ഒരു താലൂക്കേ അവിടെ പോലുമില്ല. അപ്പോൾ ഇവിടുത്തെ രോഗികൾ ആശ്രയിക്കേണ്ടത് പരിയാരം മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, അങ്ങനെയുള്ള ആശുപത്രികളാണ്. ഇപ്പോൾ അവർ ആശ്രയിക്കുന്നത് എവിടെയാണ്? കരുവഞ്ചാല് പോലെയുള്ള സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്മയും കുഞ്ഞും ആശുപത്രി വരേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. ഗർഭിണികളായവർ അവർ പോകുന്നത് തളിപ്പറമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രിയിലായിരിക്കും, അല്ലെങ്കിൽ മട്ടന്നൂരായിരിക്കാം, അല്ലെങ്കിൽ തലശ്ശേരി ആയിരിക്കാം. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഒരു അമ്മയും കുഞ്ഞും ആശുപത്രിയില്ല, പാരാമെഡിക്കൽ സ്ഥാപനങ്ങളില്ല, നേഴ്സിംഗ് കോളേജുകളില്ല. അങ്ങനെ ആരോഗ്യ മേഖല ഇവിടെ ഒരു വികസനവും ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ശ്രീകണ്ഠാപുരത്ത് LDF, അതായത് താങ്കളുടെ കൂടി നേതൃത്വത്തിൽ ഒരു വികസന ശില്പശാല സംഘടിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് ഈ ഇരിക്കൂർ മണ്ഡലത്തിന് ആവശ്യമായ ഒട്ടേറെ വികസന പദ്ധതികളും ആ നിലയിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അതിലേറ്റവും പ്രധാനമായി LDF മുന്നോട്ട് വെക്കുന്ന ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനമായി LDF മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്താണ്? LDF വെക്കുന്ന ഒരുപാട് പദ്ധതികൾ അതിനകത്തുണ്ട്. LDF വെക്കുന്ന പദ്ധതികൾക്കകത്ത് ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പാലക്കയം തട്ടും പൈതൽമലയും ശശിപ്പാറയും അടക്കമുള്ള ആ മേഖലയെ ഒരു ടൂറിസം സർക്യൂട്ടാക്കി മാറ്റിക്കൊണ്ട് വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ആ പദ്ധതി അതിനകത്തുണ്ട്. അതുമൂലം ഒരുപാട് തൊഴിലില്ലായ്മ പരിഹരിക്കാനും ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ മൺ റോഡുകൾ 400 മുതൽ 600 വരെയുള്ള മൺ റോഡുകളുണ്ട്. അപ്പോൾ ഒരു റോഡ് പോയി നിൽക്കുന്ന സ്ഥലത്തും കഴിഞ്ഞാൽ 500-600 മീറ്റർ മൺ റോഡാണ്. അത് സഞ്ചാരയോഗ്യമല്ല. ആ മുഴുവൻ മൺ റോഡുകളും ഞങ്ങൾ ടാർ ചെയ്യുമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്, ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പം ചെമ്പേരി പള്ളി അതൊരു ബസിലിക്കയായി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം അവർക്കെല്ലാം വരുവാനും അവിടെ ആരാധന നടത്താനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ആവശ്യമായ ഒരു സർക്യൂട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്ന നിർദ്ദേശം അതിനകത്തുണ്ട്. കർഷകർ ഇന്ന് വളരെ അസംതൃപ്തരാണ്. കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കാൻ ആവശ്യമായ നടപടി വേണം. കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില വേണം. അവന് വളവും വിത്തും അവർക്ക് നൽകാൻ തയ്യാറാകണം. സബ്സിഡി റേറ്റിൽ പണം കിട്ടണം. അവൻ്റെ മാർക്കറ്റുകൾക്ക് ഒരു വിപണി കണ്ടെത്തണം. ഇതെല്ലാം കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനാ പദ്ധതിക്കകത്തുള്ളതാണ്. പിന്നെ വന്യമൃഗശല്യം വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ വന്യമൃഗശല്യം പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് ഒരുപാട് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ മേഖലയിൽ അത് കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പരിധിവരെ നടപ്പുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ചില പഞ്ചായത്ത് ഭരണസമിതികളുടെ പ്രവർത്തനങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ വന്യമൃഗശല്യം തടയാൻ ആവശ്യമായ നടപടി നിർബന്ധമായും ഞങ്ങൾ സ്വീകരിക്കും. കിടങ്ങുകൾ നിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫെൻസിങ് നിർമ്മിച്ചുകൊണ്ട് അതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ല. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആകെ ഒരു പോളിടെക്നിക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അത് മാറണം. അപ്പോൾ നമുക്കിവിടെ തന്നെ പഠിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഇതിനകത്ത്. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്ന് ആ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇവിടുത്തെ വിദ്യാഭ്യാസ വിദഗ്ധർ, സാമുദായിക നേതാക്കന്മാർ, സാംസ്കാരിക നേതാക്കന്മാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു സെമിനാർ സംഘടിപ്പിച്ച് ആ സെമിനാറിൽ നിന്നും ഉരുത്തിരിയുന്ന വസ്തുതകൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനത്തിൽ ഈ നിയമസഭാ മണ്ഡലത്തെ വികസിപ്പിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെമിനാർ നടത്തി. ആ സെമിനാർ ജെയിംസ് മാത്യു XMLA ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ല സെമിനാറായിരുന്നു. തീർച്ചയായും ഒരു കാര്യം കൂടി, ഇപ്പോൾ 10 വർഷമായി തുടർച്ചയായി ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും ഈ തെരഞ്ഞെടുപ്പിന് ഒട്ടേറെ പ്രാധാന്യമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ, ഇടതുപക്ഷത്തിൻ്റെ ഇരിക്കൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തെ എങ്ങനെ വിലയിരുത്തും? കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷമാണ് കേരളത്തിൽ ഭരിക്കുന്നത്. ഞാൻ പല യോഗങ്ങളിലും പറയാറുള്ളത് പോലെ ഇത്രമാത്രം വികസന നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഒരു ഗവൺമെൻറ്റുമില്ല. നമ്മൾ ഈ വികസനത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടുള്ള വികസനങ്ങൾ അത്ഭുതവാഹമാണ്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടായാലും, ദേശീയപാതയാണെങ്കിലും, മലയോര ഹൈവേ ആണെങ്കിലും, മാഹി ബൈപ്പാസ് ആയാലും, തീരദേശ പാതയാണെങ്കിലും, തുരങ്കപാതയാണെങ്കിലും, സ്റ്റാർട്ടപ്പുകളാണെങ്കിലും, IT പാർക്കുകളാണെങ്കിലും, ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ വിഷയമായാലും ഒക്കെ അത്ഭുതപൂർവമായ വികസനമാണ് ഈ നാട്ടിൽ നടത്തിയിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി പോലൊരു പദ്ധതികൾ പൂർത്തീകരിക്കാൻ നിശ്ചയദാർഢ്യമുള്ളൊരു ഗവൺമെൻറ്റിനെ കഴിയൂ.
അവർ ദേശീയപാത വികസനവും നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെൻറ്റിനെ കഴിയുള്ളൂ. അത് സഖാവ് പിണറായി വിജയൻ്റെ ഒറ്റ ആത്മധൈര്യവും നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്താവുന്ന ഏറ്റവും വലിയ പദ്ധതിയായി മാറിയിരിക്കുന്നു വിഴിഞ്ഞം പദ്ധതി. അപ്പോൾ ഈ വികസനം ആണ് നമ്മളുടെ തുടർഭരണത്തിൻ്റെ കാതലായ കാര്യം. 2016 ഇത് തന്നെയാണ് സ്ഥിതി. 2016 ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. 2021 ഞങ്ങൾ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് UDF അത് പൂച്ചിച്ച് തള്ളി. പക്ഷേ 99 സീറ്റ് ഞങ്ങൾ അധികാരത്തിൽ വന്നു. എന്തുകൊണ്ട് വന്നു? ഞങ്ങൾ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും അതുപോലെ പ്രളയം വന്നപ്പോഴും ഓക്കി ദുരന്തങ്ങൾ വന്നപ്പോഴും ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണം ഒരുക്കിയത് കൊണ്ടാണ് സംരക്ഷണം നൽകിയവർ സംരക്ഷിച്ചവർക്ക് വോട്ട് കൊടുത്തുകൊണ്ടാണ് ഭരണം വീണ്ടും വന്നത്. ഇപ്രാവശ്യം അതാണ് സംഭവിക്കാൻ പോകുന്നത്. 900 കാര്യങ്ങൾ പ്രകടനപത്രികയിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഭരണത്തെ നേരിട്ടെങ്കിൽ ഈ 900 പദ്ധതികളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു 110 സീറ്റിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും സംശയവുമില്ല. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്കോ പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾക്കോ യാതൊരു പ്രസക്തിയുമില്ല. അത് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും. അവർ തിരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ വിലയിരുത്തലിൽ കണ്ണൂർ ജില്ലയിലുള്ള മുഴുവൻ സീറ്റുകളും ഇടതുപക്ഷം തൂത്തുവാരും. അതാണ് ഇന്നത്തെ സാഹചര്യം. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ന് കണ്ണൂർ നിലനിൽക്കുന്നു. തീർച്ചയായും നല്ല ചൂടാണ് കാലാവസ്ഥ. ഈ പ്രചരണത്തിന് പോകുമ്പോൾ വോട്ടർമാർ എങ്ങനെ ഇറങ്ങി വന്ന് സ്ഥാനാർത്ഥിയെ കാണാനും അതുപോലെ സ്ഥാനാർത്ഥി വോട്ടർമാരിലേക്ക് എത്താനും ഒക്കെ പ്രയാസം നേരിടുന്നുണ്ട്. എന്താണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞങ്ങൾ ഈ പ്രചരണം തുടങ്ങിയ അന്ന് ചൂടുണ്ട്, ഭയങ്കര ചൂടാണ്. 38 ഡിഗ്രി 39 ഡിഗ്രി ചൂടിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത്. എന്ത് ചൂടുണ്ടെങ്കിലും ജനങ്ങൾ വരികയും സ്വീകരിക്കുകയും ആവേശകരമായ സ്വീകരണം തരികയും ചെയ്യുമ്പോൾ ഈ ചൂടെല്ലാം നമ്മളങ്ങ് മറക്കുകയാണ്. അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ചൂട് ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. അപ്പം അവരുടെ അത്രമാത്രം ജനങ്ങൾ ഈ മണ്ഡലം ഏറ്റെടുക്കാൻ അവർ തയ്യാറായി എന്നാണ് കാണുന്നത്. ഈ മണ്ഡലത്തിൽ ഒരുപാട് പാലങ്ങൾ അപകടസ്ഥിതിയിലായിട്ടുണ്ട്. ആ പാലങ്ങളൊക്കെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ ഒരു നടപടിയും ഈ മുൻ MLA-മാർ ഇപ്പോഴത്തെ MLA ചെയ്തിട്ടില്ല. കരുവഞ്ചാൽ പാലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വണ്ണായിക്കടവ് നെല്ലിക്കുറ്റി പാലം, അതുപോലെ തന്നെ നുച്ചിയാട് പാലം, അതുപോലെ തന്നെ വട്ടിയാന്തോട് പാലം. ഞാൻ വട്ടിയാന്തോട് പാലം കടന്നു പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 50 കൊല്ലം മുമ്പ് ജനങ്ങൾ പൊതുപ്പണിയെടുത്ത് പണിതൊരു പാലമായിരുന്നു വട്ടിയാന്തോട് പാലം. ആ പാലം ഒരു ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നൊരു പാലമാണ്. കൈവരികളില്ല. നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളുകളിലേക്ക് പോകുന്ന വഴിയാണത്. അപ്പോൾ പാലങ്ങളുടെ സ്ഥിതി ഭയങ്കര അപകടസ്ഥിതിയിലാണ്. അപ്പോൾ അതിനൊക്കെ പരിഹാരമുണ്ടാകണം. പിന്നെ ഞാൻ കാണുന്ന വേറൊരു പ്രധാനപ്പെട്ട വിഷയം ഉളിക്കൽ പഞ്ചായത്ത് ഒരു വലിയ പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് വിഭജിച്ച് മണിക്കടവ് ആസ്ഥാനമായ ഒരു പഞ്ചായത്ത് രൂപീകരിക്കണം എന്നുള്ള ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം സ്വരൂപിച്ച് അങ്ങനെ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാൻ തയ്യാറാകും. എനിക്കൊരവസരം തന്നാൽ തീർച്ചയായും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഇതാണ് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, വർദ്ധിച്ച പ്രതീക്ഷയിലാണ്. കാരണം ഇരിക്കൂറിൽ ഇത്തവണ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത്, LDF പ്രവർത്തിക്കുന്നത്, തൻ്റെ പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം ഒരു സംശയവുമില്ലാതെ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇരിക്കൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത്തവണ പ്രവർത്തിക്കുന്നത്. ജിതിനോടൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.